നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി ക്രിസ്ത്യൻ പബ്ലിക് സ്കൂൾ ഇഫ്താർ സംഗമം നടത്തി. അതിരപ്പള്ളി പരിയാരം കോടശ്ശേരി പഞ്ചായത്തുകളിൽ കാട്ടാനശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിൽ വന്യമൃഗങ്ങളെ വിദേശ രാജ്യങ്ങളിലേതുപോലെ ഉന്മൂലനം ചെയ്യാൻ നിയമം കൊണ്ടുവരണമെന്ന് ആതിര ഉണ്ണികൃഷ്ണന്റെ ഈ ജന്മത്തിലേക്കൊരു കത്ത് എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു. നടിയെ ആക്രമിച്ച കേസിൽ സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. പശ്ചിമേഷ്യ സംഘർഷത്തെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ പാചകവാതക സിലിണ്ടറിനും ഇന്ധനത്തിനും ക്ഷാമം നേരിടുന്നതായി റിപ്പോർട്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ചാലക്കുടി ക്രിസ്ത്യൻ പബ്ലിക് സ്കൂളിൽ ഇഫ്താർ സംഗമം നടത്തി. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ക്രസന്റ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി ചെയർമാൻ MK അബ്ദുൽ റഹ്മാൻ അധ്യക്ഷനായി. മാള ഹെവൻസ് സ്കൂളിലെ അധ്യാപകൻ KS അമീർ ഷാ മുഖ്യപ്രഭാഷണം നടത്തി. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് മാത്താടൻ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്താടൻ, US അജയ് കുമാർ, ക്രസന്റ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് PK സിദ്ദിഖ് എന്നിവർ പ്രസംഗിച്ചു. സൊസൈറ്റി വൈസ് ചെയർമാൻ മുഹമ്മദ് ഹാറൂൺ, ജോയിന്റ് സെക്രട്ടറി ഷാഹുൽ പണിക്കവീട്ടിൽ, ഖജാൻജി മുഹമ്മദ് ബുഖാരി തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ നാട്ടിലെ എല്ലാ തരത്തിലുംപ്പെട്ട ആളുകളെ ഉയർത്തിയിട്ടുണ്ട്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ, സാമൂഹ്യ സാംസ്കാരിക സംഘടനയിൽപ്പെട്ട ആളുകൾ, ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് സ്നേഹവും സമാധാനവും ഒക്കെയുള്ള നല്ല നാടായിട്ട് നമ്മുടെ നാട് മാറട്ടെ. അതിനുള്ള ഒരു ആഹ്വാനമാണ് ഇഫ്താർ സംഗമത്തിലൂടെ ഇവിടെ നൽകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിച്ചുകൊണ്ട്. ആഴമുള്ളതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഒരിക്കലും അത് ഒരുപോലെ ആവില്ല. നിങ്ങളൊരു പേപ്പർ എടുത്ത് ഇങ്ങനെ നന്നായിട്ട് മടക്കുക, അല്ലേ? പേപ്പർ എടുത്തിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മടക്കുക, എന്നിട്ട് അതിങ്ങനെ നിർത്തി വെക്കുക. പഴയതുപോലെ ആവുമോ? പഴയതുപോലെ ആവാൻ കഴിയില്ല. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ സോറി പറയും, നിർത്താൻ ശ്രമിക്കും, പക്ഷെ നിവരില്ല. ആ വേദനകൾ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവും. അതിരപ്പള്ളി പരിയാരം കോടശ്ശേരി പഞ്ചായത്തുകളിൽ കാട്ടാനശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിൽ വനവിസ്തൃതിക്കനുസരിച്ച് വനത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ അധികരിച്ചുണ്ടാകുന്ന വന്യമൃഗങ്ങളെ വിദേശ രാജ്യങ്ങളിലേതുപോലെ ഉന്മൂലനം ചെയ്യാൻ നിയമം കൊണ്ടുവരണമെന്ന് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം കേന്ദ്ര സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേരള സംസ്ഥാനത്ത് വനാതിർത്തിയിൽ 600 ആനകൾക്ക് വസിക്കുന്നതിനുള്ള സാഹചര്യം ഉള്ളെന്നിരിക്കെ 7000 കാട്ടാനകളാണ് വനത്തിലുള്ളത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി കാട്ടാന കർഷകരുടെ കൃഷി നശിപ്പിക്കുന്നത് പതിവ് സംഭവമാണെന്നും മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നത് കണ്ടിട്ടും സർക്കാർ ശാശ്വത പരിഹാരം കാണാത്തതിൽ യോഗം നടുക്കം രേഖപ്പെടുത്തി. പ്രസിഡന്റ് KM ജോസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജോയ് കട്ടക്കയം, വർഗീസ് പോറായി, പരമേശ്വരൻ കാമറ്റതി, സിസിലി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ഇതു സംബന്ധിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിനും സംസ്ഥാന വനം മന്ത്രി AK ശശീന്ദ്രനും നിവേദനം നൽകി. ആതിര ഉണ്ണികൃഷ്ണന്റെ ഈ ജന്മത്തിലേക്ക് ഒരു കത്ത് എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു. കഥാകൃത്ത് MG ബാബു കവിയും ഗാനരചയിതാവുമായ വാസുദേവൻ പനമ്പിള്ളിക്ക് പുസ്തകം കൈമാറി പ്രകാശനം ചെയ്തു. പടിഞ്ഞാറ് ചാലക്കുടി റിപ്പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രസിഡന്റ് VG ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു.
നഗരസഭാ അംഗം രാമൻ തട്ടായത്ത്, KV അനിൽകുമാർ, ഡോക്ടർ കവിത സോമൻ, CA സജീവൻ, KK അംബിക എന്നിവർ സംസാരിച്ചു. ആതിര ഉണ്ണികൃഷ്ണൻ മറുപടി പറഞ്ഞു. നമ്മുടെ ഇന്നത്തെ താരമായ നടിയെ ആക്രമിച്ച കേസിൽ സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. കേസിൽ വിചാരണ കോടതി വെറുതെ വിട്ട നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. നെടുമ്പാശ്ശേരി SHO വഴിയാണ് നോട്ടീസ് അയച്ചത്. ദിലീപിനെ കുറ്റവിമുക്തമാക്കിയതടക്കം ചോദ്യം ചെയ്താണ് അപ്പീൽ സമർപ്പിച്ചത്. വിചാരണ കോടതിയുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച് 300 പേജുള്ള അപ്പീലാണ് സമർപ്പിച്ചിരിക്കുന്നത്. വസ്തുതകളും നിയമപരമായ വശങ്ങളും പരിശോധിക്കുന്നതിൽ വിചാരണ കോടതി പരാജയപ്പെട്ടു എന്നും അപ്പീലിൽ പറയുന്നു. 8ാം പ്രതി ദിലീപിനെ വെറുതെ വിട്ട വിധി റദ്ദാക്കണമെന്നും ദിലീപ് ഉൾപ്പെടെ വെറുതെ വിട്ട പ്രതികളെ ശിക്ഷിക്കണമെന്നും അപ്പീലിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കിയത് നിയമവിരുദ്ധമാണ്. പ്രതികളെ വെറുതെ വിട്ടത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നതാണ്. വിധി ക്രിമിനൽ നടപടികളുടെയും സ്വാഭാവിക നീതിയുടെയും ലംഘനമാണ്. പ്രതികൾക്ക് അന്യായമായ ആനുകൂല്യം നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും അപ്പീലിലുണ്ട്. 8ാം പ്രതിയായിരുന്ന ദിലീപ്, 7ാം പ്രതി ചാർലി തോമസ്, 9ാം പ്രതി മേസ്തിരി സനിൽ, 15ാം പ്രതി ശരത്ത് എന്നിവരെയാണ് ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി വിചാരണ കോടതി വെറുതെ വിട്ടത്. പൾസർ സുനി അടക്കം 1 മുതൽ 6 വരെ പ്രതികൾക്ക് വിചാരണ കോടതി 20 വർഷം കഠിന തടവാണ് വിധിച്ചത്. 2017 ഫെബ്രുവരി 17 കൊച്ചിയിൽ വെച്ച് നടി ആക്രമിക്കപ്പെടുന്നത്. കേസിൽ 2025 ഡിസംബർ 8 വിചാരണ കോടതി വിധി പ്രസ്താവിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ പാചകവാതക സിലിണ്ടറിനും ഇന്ധനത്തിനും ക്ഷാമം നേരിടുന്നതായി റിപ്പോർട്ട്. വാണിജ്യ സിലിണ്ടറിന്റെ ക്ഷാമം മൂലം ബീഹാർ, മഹാരാഷ്ട്ര, പഞ്ചാബ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഹോട്ടലുകൾ പ്രതിസന്ധിയിലായതായി ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആരോപിച്ചു. എന്നാൽ പെട്രോൾ പമ്പുകളും ഗ്യാസ് സ്റ്റേഷനുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നതായും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. LPG സിലിണ്ടർ വിതരണത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ റെസ്റ്റോറന്റുകൾ വ്യാപകമായി അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് നാഷണൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. വാണിജ്യ LPGയുടെ ക്ഷാമം കാരണം ബുധനാഴ്ച മുതൽ നഗരത്തിലെ പല റെസ്റ്റോറന്റുകൾക്കും പ്രവർത്തിക്കാൻ കഴിഞ്ഞേക്കില്ലെന്ന് ബാംഗ്ലൂരു ഹോട്ടൽസ് അസോസിയേഷൻ അറിയിച്ചു. അതിനിടെ ഇറാനെതിരായ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത സൈനിക നീക്കം മൂലമുണ്ടായ ഇറക്കുമതി തടസ്സങ്ങൾ കാരണം പാചകവാതകത്തിന്റെ ക്ഷാമം ഉണ്ടാകുമെന്ന ആശങ്കകൾക്കിടെ വാണിജ്യ ഉപയോക്താക്കളേക്കാൾ ഗാർഹിക ഉപഭോക്താക്കൾക്ക് LPG സിലിണ്ടറുകളുടെ വിതരണത്തിന് മുൻഗണന നൽകാൻ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണ വിതരണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും തടയുന്നതിനായി റീഫില്ലുകൾക്കായുള്ള കാത്തിരിപ്പ് കാലയളവ് 21 ദിവസത്തിൽ നിന്ന് 25 ദിവസമായി മന്ത്രാലയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എല്ലാ പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികളും സംഭരിച്ച LPG ഗാർഹിക ഉപഭോക്താക്കൾക്ക് മാത്രമാണ് വിതരണം ചെയ്യുന്നതെന്ന് ഉറപ്പാക്കണമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഉത്തരവിൽ പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിലെ എല്ലാ എണ്ണ ശുദ്ധീകരണശാലകളും പെട്രോ കെമിക്കൽ സമുച്ചയങ്ങളും പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ സ്ട്രീമുകൾ LPG ഉൽപ്പാദിപ്പിക്കാൻ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ മറ്റ് പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കരുതെന്നും സർക്കാർ നിർദ്ദേശിച്ചു. ഇന്ത്യ LPG ആവശ്യകതയുടെ 50% ഇറക്കുമതി ചെയ്യുകയാണ്. ഇറക്കുമതിയുടെ 80% സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവിടങ്ങളിൽ നിന്നാണ്. കഴിഞ്ഞ ആഴ്ച LPG ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സർക്കാർ OMCകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഗൾഫ് മേഖലയിൽ നിന്നുള്ള വിതരണത്തെ ബാധിച്ചതിനാൽ സർക്കാർ ഇപ്പോൾ ഇറക്കുമതി സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുകയാണ്. LPG വിതരണം ഉറപ്പാക്കാൻ ഓസ്ട്രേലിയ, നോർവേ, അൾജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിന്റെ സാധ്യതയും സർക്കാർ തേടിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഈ രാജ്യങ്ങളുമായി സർക്കാർ ചർച്ചകൾ നടത്തിവരുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം തുടരുന്നു. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ
UNA സംഘടനകൾക്ക് കീഴിലുള്ള 350ഓളം നഴ്സുമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. നഴ്സുമാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ലിറ്റിൽ ഫ്ലവർ ആശുപത്രി മാനേജ്മെന്റ് ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് UNA വർക്കിംഗ് പ്രസിഡന്റ് മോൻസി ജോൺ പറഞ്ഞു. LF ഹോസ്പിറ്റൽ അങ്കമാലിയിലെ നഴ്സുമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിനെതിരായിട്ട് നമ്മൾ ഇന്ന് മുതൽ സൂചനാ പണിമുടക്കല്ല, ഇന്ന് മുതൽ നമ്മൾ തീർത്തും പണിമുടക്ക് തുടങ്ങുകയാണ്. അതായത് കഴിഞ്ഞ 21-ാം തീയതി നമ്മൾ സൂചനാ പണിമുടക്ക് നടത്തി. അതിനുശേഷം ഒരു പ്രതിഷേധ മാർച്ച് നടത്തി സെക്രട്ടേറിയറ്റിലോട്ട്. അത് സർക്കാരിനെതിരെയായിരുന്നു. പക്ഷേ സർക്കാർ ഒരു കരട് വിജ്ഞാപനം കൊണ്ടുവന്നു. പക്ഷെ അത് നഴ്സുമാർക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു കരട് വിജ്ഞാപനമല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനെതിരെ നമ്മൾ നഴ്സുമാർ മാനേജ്മെന്റുമായിട്ട് എന്തെങ്കിലും ചർച്ച നടത്തി മാനേജ്മെന്റുമായിട്ട് നമ്മൾ കൊടുക്കുന്ന കരാറ് അവരെ ഒപ്പിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമര പരിപാടിയായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ 2018 ഇറക്കിയിരിക്കുന്ന ഈ ഒരു വിജ്ഞാപനം നമ്മൾക്ക് കുറച്ച് സാലറി മാത്രം കൂട്ടിത്തന്ന് LF മാനേജ്മെന്റ് നമ്മളോട് സഹകരിച്ചിരുന്നു. വീണ്ടും നമ്മൾക്ക് എന്നാലും ഒരു പരിധി, ഒരു നഴ്സുമാരെന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മൾ ലക്ഷങ്ങൾ മുടക്കി പണിയെടുക്കുന്ന പഠിച്ച് പണിയെടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുടുംബത്തിന്റെ ചെലവുകൾ ഏകദേശം എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെതിരെയാണ് നമ്മൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു അടിസ്ഥാന വേതനം 40,000 രൂപയാക്കുക. പിന്നെ അത് ഒരു ദിവസം നമ്മളൊരു 1333 രൂപയാണ് നമ്മൾ ചോദിക്കുന്നുള്ളൂ. അതൊരു വലിയ കാര്യമാണെന്നുള്ള നമുക്ക് തോന്നുന്നില്ല. UNAയുടെ കീഴിൽ ഞങ്ങൾ നടത്തുന്ന ഈ സമരത്തിന്റെ പ്രധാന ആവശ്യം ഞങ്ങളുടെ അടിസ്ഥാന ശമ്പളം 40,000 രൂപ ആക്കുക എന്നുള്ളതാണ്. ഞങ്ങൾക്കറിയാം, വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകൾക്ക് ഞങ്ങൾക്ക് ജീവിക്കാൻ അടിസ്ഥാന ശമ്പളമായിട്ട് 40,000 രൂപയെങ്കിലും ഇല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബങ്ങളൊന്നും കഴിഞ്ഞു പോകും. 8, 10, 12 ലക്ഷം കൊടുത്താണ് ഞങ്ങൾ ഓരോരുത്തരും നഴ്സിംഗ് പഠിച്ചിറങ്ങുന്നത്. ആ പഠിച്ചിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് തുച്ഛമായ ശമ്പളമാണ് മാസം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇതുകൊണ്ട് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വിദ്യാഭ്യാസ ചെലവുകളായാലും ആശുപത്രി ചെലവുകളായാലും നിത്യോപയോഗ സാധനങ്ങളുടെ വിലകളായാലും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ ശമ്പളം കൂട്ടുന്നതിനൊപ്പം തന്നെ ആനുപാതികമായിട്ട് ഇതര ജീവനക്കാരുടെയും വേതനം വർദ്ധിപ്പിക്കുക, ഇത് ഞങ്ങളുടെ ആവശ്യത്തിലൊന്നാണ്. പിന്നെ ഞങ്ങളുടെ പേഷ്യൻ റേഷ്യോ, നമ്മുടെ NABH ഞങ്ങളുടെ ഹോസ്പിറ്റൽ NABH അക്രഡിറ്റഡ് ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിന്റെ NABHന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു സ്റ്റാഫ് പേഷ്യൻ റേഷ്യോ ഉണ്ട്. അത് പലർക്കും പാലിക്കപ്പെടുന്നില്ല. പല നഴ്സുമാർക്കും അവർക്ക് നോക്കാൻ പറ്റുന്നതിൽ ഇരട്ടി ആണ് പേഷ്യന്റിന്റെ എണ്ണം വരുന്നത്. അപ്പൊ നമുക്ക് പേഷ്യന്റ് കെയർ കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന മുന്നണി സ്ഥാനാർത്ഥികളെയാണ് ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികളായി ഉണ്ടാകേണ്ടതെന്ന് KCBC മദ്യലഹരി വിരുദ്ധ സമിതി. 3 മുന്നണികളും അവരുടെ നേതൃത്വവും പാർട്ടി സ്ഥാനാർത്ഥികളും ഇക്കാര്യത്തിൽ അവരുടെ രാഷ്ട്രീയ നിലപാട് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തണം. കേരള കത്തോലിക്ക സഭയുടെ മദ്യലഹരി വിരുദ്ധ ഞായറാചരണത്തിന്റെ ഭാഗമായി എറണാകുളം അങ്കമാലി മേജർ അതിരൂപത KCBC മദ്യലഹരി വിരുദ്ധ സമിതിയുടെ രൂപതാതല മദ്യവിരുദ്ധ ഞായറാചരണം കറുകുറ്റി സെന്റ് സേവിയേഴ്സ് ഫൊറോന പള്ളിയിൽ നടത്തി. ആചരണ ഭാഗമായി അതിരൂപതയുടെ കീഴിൽ വരുന്ന ഇടവക പള്ളികളിലും എല്ലാ സഭാ സ്ഥാപനങ്ങളിലും കുർബാന മധ്യേ കേരള കത്തോലിക്ക സഭയുടെ സർക്കുലർ വായിച്ചു.
മദ്യത്തിന്റെ ലഭ്യത കുറവാണ് മാരക രാസലഹരികളുടെ ഉപയോഗം വർദ്ധിച്ചത് എന്ന പ്രചരണം തീർത്തും പ്രതിഷേധാർഹവും അപലപനീയവുമാണ്. ഇത് ബാർ മുതലാളിമാരെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ മറ്റൊരു കുടില തന്ത്രമാണെന്ന് സമിതി ചൂണ്ടിക്കാട്ടി. ഫാദർ മാത്യു കോനാട്ടുകുഴി അതിരൂപതാതല മദ്യലഹരി വിരുദ്ധ ഞായറാചരണം ഉദ്ഘാടനം ചെയ്തു. രൂപതാ പ്രസിഡന്റ് KA പൗലോസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ എബിൻ പുതുശ്ശേരി മദ്യവിരുദ്ധ ഞായർ ദിന സന്ദേശം നൽകി. മദർ സുപ്പീരിയർ സിസ്റ്റർ മഹിത, ജനറൽ സെക്രട്ടറി ഷൈബി പാപ്പച്ചൻ, ആനിമേറ്റർ സിസ്റ്റർ മരിയൂസ, സിസ്റ്റർ ജോയ്സി, സിസ്റ്റർ ജോസിൻ, ചാക്കോച്ചൻ കരുമത്തി, ജോയ് വാത്തിക്കുളം, പോളി ജോസഫ്, ബെന്നി ചിറ്റനപ്പള്ളി, തോമസ് പറവക്കാരൻ, റോസി കപ്പിത്താൻ പറമ്പിൽ, ബെന്നി പൈനാടത്ത്, ശോശമ്മ തോമസ്, ജോർജ് ഇമ്മാനുവൽ, ജോസഫ് തെക്കിനേത്ത്, ആനി ജോയ്, GL വർഗീസ്, ജോണി പിടിയത്ത്, വർഗീസ് കൊളരിക്കൽ, ചെറിയാൻ മുണ്ടാടൻ, തോമസ് മറ്റപ്പള്ളി, ടോമി കല്ലറച്ചുള്ളി, KO പൗലോസ്, ആന്റണി മാടശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. എക്സൈസ് റേഞ്ച് ഓഫീസർ CS സിദ്ദിഖ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പതാക ഉയർത്തൽ, ലഹരി വിരുദ്ധ സന്ദേശം, ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ലഹരി വിമോചന ദീപം തെളിയിക്കൽ, ബോധവൽക്കരണ കലാപരിപാടികൾ, സർക്കുലർ വിതരണം എന്നിവ ഉണ്ടായിരുന്നു. ഇടവക തലങ്ങളിലെ സമിതി യൂണിറ്റ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മദ്യവിരുദ്ധ ഞായർ ദിനാചരണം വിവിധ പരിപാടികളോടെ നടത്തി. അതിനുശേഷം ബിഷപ്പ് വയലന്റ് അഡിക്ഷൻ സെന്റർ മൂലമറ്റത്തുള്ള ആ സ്ഥലത്ത് കൊണ്ടുപോയി ഡോക്ടർ ആലീസ് ഡോക്ടർ ആലീസിൻ്റെ അടുത്ത് കൊണ്ടുപോയി പലരെയും ചികിത്സിച്ച് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും രസകരമായ കാര്യം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരെല്ലാം ഒരുമിച്ച് നിന്ന് പ്രാർത്ഥനയ്ക്ക് പള്ളിയാണ്. നമുക്ക് വലിയ ഒരു സന്തോഷമായിരുന്ന ഒരു സമയമാണ്. എത്ര പേര് ഇപ്പോഴും മദ്യവിരുദ്ധത്തിന് അല്ലെങ്കിൽ അല്ലാത്ത മദ്യത്തിൽ മാറില്ലെങ്കിൽ കുറച്ചധികം പേര് മാറിയിട്ടുണ്ട്. നമ്മൾ ഒരാളെ രക്ഷപ്പെടുത്തിയാൽ പോലും അതൊരു വലിയ രക്ഷയാണ്. ഒരാളെ രക്ഷപ്പെടുത്തിയാൽ പോലും അതൊരു വലിയ നമ്മുടെ ദൗത്യം ജീവിതത്തിൽ വളരെ സന്തോഷകരമായിരിക്കും. മദ്യവിരുദ്ധ ഞായർ ആചരിക്കുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യം മുഴുവൻ വർഷത്തിലൊരു ദിവസം മദ്യവിരുദ്ധ ഞായറായിട്ട് ആചരിക്കുന്നതാണ്. ഈ ദിവസത്തിന് പണ്ടൊക്കെ വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പ്രാധാന്യം കുറഞ്ഞു വരികയാണ്. മദ്യവിരുദ്ധ ഞായറാഴ്ച കിട്ടുന്ന ഞായറാഴ്ച പിരിവ് അത് മദ്യവിരുദ്ധ സമിതിക്ക് തന്നിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അയാളൊക്കെ കുറഞ്ഞു വന്നു. അത് നേടിത്തന്ന ഇന്നത്തെ ഒരു കാഴ്ചപ്പാട് വളരെ നേതാക്കന്മാരും വളരെയധികം ജനങ്ങളും ജീവത്യാഗം ചെയ്താണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ ഈ 2 ഭാഗങ്ങളുടെ വളർച്ച ഏകദേശം 20 വയസ്സാകുമ്പോഴത്തേക്ക് പൂർത്തിയാവും. ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്നത് ഈ മുൻവശത്തിൻ്റെ വളർച്ച പൂർത്തിയാകുന്നത് ഏകദേശം ഒരു 25 വയസ്സൊക്കെയാണ്. മനസ്സിലായത്? എൻജിൻ സ്റ്റാർട്ടാവും, ബ്രേക്ക് പ്രോപ്പറായിട്ടുണ്ടാവുമോ? ബ്രേക്ക് ശരിയായിട്ട് ഫങ്ഷൻ ചെയ്യില്ല ആ സമയത്ത്. അതുകൊണ്ടാണ് ഈ എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു നിയന്ത്രണമില്ലാതെ നമ്മുടെ ചെറിയ കുട്ടികൾ, നമ്മുടെ കൗമാരക്കാർ വലിയ അപകടങ്ങളിലേക്ക് ഇടിച്ച് കയറുന്നത് അതുകൊണ്ടാണ്. ലളിതമായിട്ട് കാര്യം മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊക്കെ വലിയ ഉത്തരവാദിത്വം. ചെറിയ കാര്യങ്ങൾ നമ്മൾ പലരും പറയാറുണ്ട്, പണ്ടത്തെ കുട്ടികൾ, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തെ കുട്ടികൾ വളരെ അച്ചടക്കമുള്ള നല്ല കുട്ടികളായിരുന്നു, ഇന്ന് മോശമാണെന്ന് പറയും. അത് ശരിയാണോ? ആ പറഞ്ഞത് ശരിയാണോ? ഒരിക്കലും. ഡോക്ടർമാരുടെ OP സമയം 1 മണിക്കൂർ കൂട്ടിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് KGMOA ചാലക്കുടി താലൂക്ക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാർ പ്രതിഷേധം സംഘടിപ്പിച്ചു. തുടർന്ന് സർക്കാർ ഓർഡർ കോപ്പി കത്തിച്ചു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഫഹാസ് അധ്യക്ഷനായി. ഡോക്ടർ അനുപമ വിജയൻ, ഡോക്ടർ സിജോയ് ജോസ് പി, ഡോക്ടർ MS ആശ, ഡോക്ടർ മിനിമോൾ, ഡോക്ടർ ജോബിൻ ജോണി എന്നിവർ സംസാരിച്ചു. ബഹിഷ്കരിച്ചുകൊണ്ട് ഈ ഓർഡർ പാലിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചുകൊണ്ട് തന്നെ നമ്മളിത് കത്തിച്ച് കളയുന്നു.
ജയ് ജയ് KGMOA. KGMOA സിന്ദാബാദ്. KGMOA സിന്ദാബാദ്. ജയ് ജയ് KGMOA. ചെയ്യേണ്ട സമയം ശരിക്കും വളരെ ഓഫീസിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്തിൽ വളരെ കുറച്ച്, അതായത് 10 നമ്മുടെ ഓഫീസ് സമയം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ 6-ാം തീയതി ഒരു ഓർഡർ ഇറങ്ങി, ഗവൺമെൻറ് ഓർഡർ ഇറങ്ങി. നമ്മുടെ ഓഫീസ് സമയം, അതായത് നേരിയ ഹോസ്പിറ്റലിലെ ഓഫീസ് സമയം 1 മണിക്കൂർ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ പഴയ ഓർഡർ പ്രകാരം നമ്മുടെ ഓഫീസ് സമയം കാലത്ത് 8 മണി മുതൽ 1 മണി വരെയായിരുന്നു. ഈ ഓർഡറാണ് ഇപ്പോൾ അത് മാറ്റിയത്. അത് പറഞ്ഞിരിക്കുന്നത് 8 മണി മുതൽ 2 മണി വരെ നിർത്തിപ്പിച്ചുകൊണ്ട്, അതായത് 1 മണിക്കൂർ അധികം നീട്ടിക്കൊണ്ടുള്ള ഒരു ഓർഡറാണ് ഇപ്പോൾ കഴിഞ്ഞ 6-ാം തീയതി ഇറക്കിയിരിക്കുന്നത്. അത് നമ്മൾ ഈ ഓർഡറിനെ കുറിച്ച് നമ്മുടെ ഡ്യൂട്ടി സമയത്തെ കുറിച്ച് നമ്മൾ ആടുമൊന്നും പരാതി പറയുകയോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്ത് ഒരു പരാതി പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. സർക്കാർ സ്വയം ആരും ചർച്ച ചെയ്യാതെ എടുത്തൊരു തീരുമാനമാണിത്, ഈ ഓഫീസ് സമയം കൂട്ടിയത്. നമ്മളുടെ സംഘടനയുണ്ട്, പല സംഘടനകളും നമുക്കറിയാം, ഡോക്ടർമാരുടെ സംഘടന KGMOA ഉണ്ട്. ഓരോ പരിഷ്കരണം വരുമ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ എടുത്തു മാറ്റപ്പെടുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ശമ്പള പരിഷ്കരണം വരുമ്പോഴും അതിനെതിരെ നമ്മുടെ നിലവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സമരം ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ നിസ്സഹകരണ സമരത്തിലായിരുന്നു. നമ്മൾ ആശുപത്രിയിൽ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾക്കെതിരെ. പക്ഷേ നമ്മൾ എത്ര സമരത്തിലായിരുന്നാലും അതൊന്നും ജനങ്ങളെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു സമരം കൊടുത്തായിരുന്നു നമ്മൾ ഇത്രയും നാൾ പോയിക്കൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ ദിവസം വന്ന ഓർഡർ വളരെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഓർഡറാണെന്ന് നമുക്കെല്ലാം അറിയാം. നമുക്കറിയാം, നമ്മുടെ ആശുപത്രിയിൽ വരുന്ന ഒരു രോഗിയെ കാണാൻ ഒരു ഡോക്ടർക്ക് ലഭിക്കുന്നത് വെറും 2 മിനിറ്റിൽ താഴെ മാത്രമാണ്. കാരണം അത്രയധികം രോഗികളാണ് OPയിൽ എല്ലാ ദിവസവും എല്ലാ ആശുപത്രികളും, അത് ഏത് ആശുപത്രി ആയിക്കോട്ടെ, താഴെയുള്ള ഫാമിലി ഹെൽത്ത് സെന്റർ മുതൽ ജനറൽ ആശുപത്രി വരെയുള്ള ആശുപത്രിയിലായിക്കോട്ടെ, എല്ലാ ആശുപത്രികളിലും വളരെയധികം രോഗികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു രോഗിക്ക് നമ്മൾക്ക് അവരെ വേണ്ട രീതിയിൽ പരിശോധിച്ച് അവർക്ക് നിലവാരമുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 മിനിറ്റെങ്കിലും വേണം. അങ്ങനെ വരുമ്പോൾ ഏറ്റവും ചുരുങ്ങിയതാണ്. ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം 5 മിനിറ്റ് എന്നുള്ളത് കൂടും. കാരണം അവർ കുറച്ചധികം മറ്റു സ്ഥലങ്ങളിൽ റെഫർ ചെയ്യപ്പെട്ട് വരുന്ന കുറച്ചധികം ശ്രദ്ധ വേണ്ടി വരുന്ന രോഗികളാണ്, ഒരു സർജറി വേണ്ട രോഗികൾ. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനം ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. തിങ്കളാഴ്ച പവന് 1440 രൂപ കുറഞ്ഞ സ്വർണ്ണവില ചൊവ്വാഴ്ച 520 രൂപയാണ് വർദ്ധിച്ചത്. 1,19,080 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 65 രൂപയാണ് കൂടിയത്. 14,885 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ചാലക്കുടി ദേശീയപാതയിൽ KSRTC ബസിന് പുറകിൽ കാറിടിച്ചു. ദേശീയപാതയിൽ ചാലക്കുടി പാലം കടന്ന് സർവീസ് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് വെച്ചാണ് പുറകെ വന്ന കാർ ബസിന് പുറകിലിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ് ദേശീയപാതയിൽ നിന്നും സർവീസ് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് നിർത്തിയിട്ടു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇതിനിടെ പുറകിൽ വരികയായിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 4:30 സംഭവം. അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം ഭാഗികമായി തകർന്നു. പോലീസ് എത്തി വാഹനം നീക്കിയിട്ടാണ് ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി ക്രിസ്ത്യൻ പബ്ലിക് സ്കൂൾ ഇഫ്താർ സംഗമം നടത്തി. അതിരപ്പള്ളി പരിയാരം കോടശ്ശേരി പഞ്ചായത്തുകളിൽ കാട്ടാനശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിൽ വന്യമൃഗങ്ങളെ വിദേശ രാജ്യങ്ങളിലേതുപോലെ ഉന്മൂലനം ചെയ്യാൻ നിയമം കൊണ്ടുവരണമെന്ന്
ആതിര ഉണ്ണികൃഷ്ണന്റെ ഇരുജന്മത്തിലേക്ക് ഒരു കത്ത് എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു. നടിയെ ആക്രമിച്ച കേസിൽ സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. പശ്ചിമേഷ്യ സംഘർഷത്തെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ പാചകവാതക സിലിണ്ടറിനും ഇന്ധനത്തിനും ക്ഷാമം നേരിടുന്നതായി റിപ്പോർട്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.